വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഞാൻ മഹിമ സൈമൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗ്രനോള ബാർ ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഗ്രനോള ബാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഓട്സ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം നമുക്ക് അവനിൽ ചെയ്യാം. ഞാൻ ഇന്ന് എല്ലാം തവയിലാണ് കാണിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. റോൾഡ് ഓട്സ് ഇതുപോലെ ഇരിക്കും. ഇൻസ്റ്റൻറ്റ് ഓട്സ് കിട്ടും, അല്ലെങ്കിൽ റോൾഡ് ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ്, അങ്ങനെ പലതരത്തിൽ ഓട്സ് കിട്ടും. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. റോൾഡ് ഓട്സ് 1.5 കപ്പ് ചെറിയ ചൂടിൽ കിടന്ന് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. നേരത്തെ നമ്മുടെ ചാനലിൽ ഗ്രനോളയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് കാണിക്കുന്നത് അത് നമ്മൾ ബേക്ക് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫുൾ തവയിലാണ് ടോസ്റ്റ് ചെയ്യുന്നത്. അന്ന് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ബേക്ക് ചെയ്യാതെ ഉണ്ടാക്കുന്ന കാണിക്കാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് എല്ലാം തവയിൽ ടോസ്റ്റ് ചെയ്താണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഓട്സ് നന്നായിട്ട് ടോസ്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങി, നല്ല ക്രിസ്പായിട്ടുണ്ട്. ആ ഒരു പരുവം നമ്മൾ നോക്കുക. നല്ലൊരു മണം വരും, അത് നോക്കിയാൽ മതി. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പോകുന്ന നട്ട്സുകളെല്ലാം കൂടെ ചേർക്കാം. ഇത് 1/3 കപ്പ് ആമണ്ട്സ് ആണ്, ബദാമാണ്. അതുപോലെ 1/4 കപ്പ് പിസ്റ്റാഷ്യോസ്, ഇത് രണ്ടും പച്ചക്കാണ് ഇട്ടേക്കുന്നത്, ടോസ്റ്റഡ് അല്ല, സോൾട്ടഡ് ഒന്നും അല്ല. ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. എപ്പോഴും ടോസ്റ്റ് ചെയ്യുമ്പം ചെറിയ ചൂടിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. അതൊന്ന് മൊരിഞ്ഞ് വരണം, ക്രിസ്പായി വരണം. ഇവിടെ നമ്മുടെ നട്ട്സുകളെല്ലാം ഒന്ന് ടോസ്റ്റഡ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് മാറ്റാം. ഇപ്പോൾ ഗ്രനോള ബാർ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ അടുത്ത സീഡ്സ് എല്ലാം കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ സീഡ്സ് ആയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന പംകിൻ സീഡ്, മെലൺ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് ആണ്. അതിന് കൂടാതെ നമുക്ക് എള്ള് ഉപയോഗിക്കാം, സെസമേ സീഡ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കാം. നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സീഡ്സുകളെല്ലാം കൂടെ എല്ലാം 1.5 ടേബിൾ സ്പൂൺ വീതം എടുത്തേക്കുന്നത്. പംകിൻ സീഡ്, മെലൺ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ഇതെല്ലാം 1.5 ടേബിൾ സ്പൂൺ വീതം എടുത്തു. ഇതൊന്ന് ചെറിയ ചൂട്ടിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ഈ 3 സീഡ്സും ലൈറ്റായിട്ട് ടോസ്റ്റഡായി ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. കുക്കിംഗ് എല്ലാം കഴിഞ്ഞു, ഇത് മാറ്റി വെക്കാം. ഇവിടെ നമ്മൾ ഓട്സ്, നട്ട്സ്, സീഡ്സ് ഇതെല്ലാം ടോസ്റ്റ് ചെയ്ത് വെച്ചു. ഇത് കൂടാതെ നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ചേർക്കാം. തേങ്ങാപ്പീര നമുക്ക് അടുപ്പേ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് അതിൻ്റെ വെള്ളമായം കളഞ്ഞിട്ട് വേണമെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും, അത് വേണമെങ്കിലും ചേർക്കാം. നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി അടുത്തായിട്ട് നമ്മളിത് നോ ബേക്ക് ആണല്ലോ ചെയ്യുന്നത്. നോ ബേക്ക് ഗ്രനോള ബാറാണ്, ബേക്ക് ചെയ്യാതെ എടുക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഒരു സോസ് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ചേർക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ ബട്ടർ, ഏകദേശം 35 ഗ്രാം, 30-35 ഗ്രാംസ് ബട്ടർ ഉണ്ടാവും. ബട്ടറും പഞ്ചസാരയും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ബട്ടർ നന്നായി ഉരുകി പഞ്ചസാരയും നന്നായിട്ട് മെൽറ്റഡായി വരണം. ഇപ്പോൾ നമ്മൾ ചേർത്ത പഞ്ചസാരയും നന്നായിട്ട് ഉരുകി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കണ്ടൊട്ടും പഞ്ചസാരയായിട്ട് കിടപ്പില്ല, ഫുൾ ഡിസോൾവായി നല്ലതായിട്ടൊന്ന് പതയാൻ തുടങ്ങും. അപ്പോൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഹണിയും കൂടെ ചേർക്കാം. ഹണി ഞാൻ ചേർക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂണാണ്. ഇനി അടുത്ത ഞാൻ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് ഓപ്ഷണലാണ്, പീനട്ട് ബട്ടറാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പീനട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒമിറ്റ് ചെയ്യുക. ഇതൊരു 2 ടീസ്പൂൺ പീനട്ട് ബട്ടർ. നമ്മൾ പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്താൽ മതി.
നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഈ നമ്മൾ ഉണ്ടാക്കി ടോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സറിലേക്ക് ചേർക്കുക. ഞാൻ ചേർത്തത് അൺസോൾട്ടഡ് ബട്ടറാണ്, അതുകൊണ്ട് കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർക്കണം. ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ചേർക്കാം. ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഞാൻ റിസർവ് ചെയ്ത് വെച്ച കുറച്ച് മുന്തിരിങ്ങയുണ്ട്, ഉണക്ക മുന്തിരിങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ. ഇതിന് പകരം നമുക്ക് ക്രാൻബെറി ചേർക്കാം, റേസിൻസ് ചേർക്കാം, എന്ത് ഇഷ്ടമുള്ള എന്തും ചേർക്കാം. ബ്ലൂബെറി ചേർക്കാം, ബ്ലാക്ക് കറൻസ് ചേർക്കാം, ചോക്ലേറ്റ് ചിപ്സ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ആവണം. ഇത് ഈ ചൂടോടെ തന്നെ, ചെറിയ ചൂടുണ്ട്, ആ ചൂടോടെ തന്നെ ഒരു ട്രേയിലേക്ക് ഇടാം. ഇത് നമുക്ക് 7x7 ഇഞ്ച് ട്രേ ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 9x7 ആണ്, അല്ലെങ്കിൽ 7x7 ഇഞ്ച് സ്ക്വയർ ഉപയോഗിക്കാം. ഈ ഗ്രനോള ബാർ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് പ്രസ് ചെയ്യണം. നല്ല ബലം ഉപയോഗിച്ച് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മുറിക്കുമ്പോൾ ഇത് വിട്ട് വരും. നല്ലൊരു ഒന്നെങ്കിൽ ഒരു പാത്രം വെച്ച് പ്രസ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. നല്ല കളർഫുള്ളാണ് കാണാനായിട്ട്. നമ്മൾ പല സീഡ്സും ഒക്കെ ചേർത്തേക്കുന്നുണ്ട്, കാണുമ്പോഴും നല്ല കളർഫുള്ളാണ്. ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് വേണമെങ്കിൽ മേലെ ഇടാം. ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൂടെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതേപോലെ പ്രസ് ചെയ്ത് വെച്ചു. ഇനി നന്നായിട്ട് ടൈറ്റായിട്ട് പ്രസ് ചെയ്യണം. അപ്പം അതിനായിട്ട് ഒരു പാർച്ച്മെൻറ്റ് പേപ്പറിൻ്റെ പുറത്തിടാം. ഇതിനകത്തേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള എന്തെങ്കിലും ട്രേയോ പാത്രമോ യൂസ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്യാം. ഇതേപോലെ നന്നായിട്ട് ഇച്ചിരി ബലം ഉപയോഗിച്ച് പ്രസ് ചെയ്യാം. ഇതേപോലെ കിട്ടി. ഇനി ഇത് ഫ്രിഡ്ജിൽ നന്നായിട്ട് കൂളാകുന്ന വരെ ഒന്ന് നമുക്ക് ചില്ല് ചെയ്തെടുക്കണം, എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂറിന് ശേഷമുള്ളതാണ്. കുറേ നേരം ഇരുന്നാൽ മാത്രമേ അത് ഫേം ആകത്തുള്ളൂ. അപ്പോൾ സമയമുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കിട്ടും. ഗ്രനോള ബാർ എല്ലാം ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് മാസങ്ങൾ ഫ്രിഡ്ജിലിരിക്കും. എപ്പോഴും സ്റ്റോർ ചെയ്യുമ്പോൾ കവർ ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ പാർച്ച്മെന്റ് പേപ്പറിലോ വെച്ച് കവർ ചെയ്തിട്ട് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് സ്നാക്ക് ചെയ്യണമെങ്കിലൊക്കെ നല്ലതാണെങ്കിൽ, ട്രാവൽ ചെയ്യുമ്പോൾ സ്നാക്കായിട്ട് നല്ലതാണ്. കൂടാതെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.